ബംഗ്ലാദേശ് ഒരു ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ബംഗ്ലാദേശ് നിലവിലിപ്പോൾ അതൊരു മതേതര സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അത്തരത്തിലാണ് അതിനെ ജനാധിപത്യ രാജ്യമാണ്, മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ അതിനെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു നീക്കം, മുസ്ലിം രാഷ്ട്രമായിട്ട് മാറ്റുക എന്നുള്ളതല്ല, താലിബാൻ സ്റ്റൈലിലുള്ള ഒരു രാഷ്ട്രമാക്കി, ഒരു താലിബാൻ രാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കം അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നത്. അവരുടെ രാജ്യം എന്തോ ആയിക്കോട്ടെ, അവരെ ഇസ്ലാം രാഷ്ട്രമാക്കുകയോ താലിബാൻ രാഷ്ട്രമാക്കുകയോ ചെയ്തോട്ടെ, നമുക്കെന്താ കാര്യം എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് നമ്മുടെ അയൽ രാജ്യമാണ്, നമ്മളോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ്. അവിടെ നടക്കുന്ന ഓരോ ചെറിയ ചലനങ്ങളും നമ്മളെയും കൂടി ബാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ ബംഗ്ലാദേശ് എന്നുള്ള രാഷ്ട്രം ജനിക്കുന്നത് തന്നെ നമ്മുടെ ഭാരതീയരുടെ ചോരയും വിയർപ്പും ഒരുപാട് ഒഴുക്കിയതിന് ശേഷം ഉണ്ടായ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ ഒരു താലിബാൻ രാഷ്ട്രമാക്കി മാറ്റിയെടുത്തിട്ട് അതിൻ്റെ കുറേശ്ശെ അതിൻ്റെ വേരുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നാൽ അത് തുടക്കത്തിൽ തന്നെ മുളയിലെ തന്നെ നുള്ളേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും കൂടെ ആവശ്യമാണ്. എന്തായാലും ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ തള്ളിയിട്ടതും ആ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ ശരിക്കും ഒരു ഇസ്ലാമിക രാജ്യമാവുകയാണ് ബംഗ്ലാദേശ് എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഹിജാബ് ധരിക്കാത്തതിൻ്റെ പേരിൽ സ്ത്രീകൾ താലിബാൻ മോഡൽ മർദ്ദനങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളത് കേൾക്കുന്നു. ഈ ഹിജാബ് ധരിക്കൽ അവിടുത്തെ മുസ്ലിം യുവതികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, അത് ജാതിഭേദഭനമന്യേ ന്യൂനപക്ഷങ്ങളും ഹിജാബ് ധരിക്കണമെന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. മതനിന്ദയുടെ പേരിൽ അന്യമതസ്ഥരെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങളും ഇപ്പോഴും ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. നോബൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിൻ്റെ തലവനാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മൗലികവാദികൾ ഈ കളി കളിക്കുന്നത് എന്നതാണ് നമ്മൾ പരമാർത്ഥമായിട്ട് കാണേണ്ടത്. ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റാനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ് ഇപ്പോൾ എന്നാണ് അറിയുന്നത്. ഒരു താലിബാൻ മോഡൽ രാജ്യമായി നമ്മുടെ അയൽ രാജ്യത്തെ മാറ്റുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇന്ത്യ ഒരു കാര്യം നമ്മൾക്കറിയാം, ഇന്ത്യ ജീവൻ കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പട്ടാളം ജീവൻ കൊടുത്തുണ്ടാക്കിയ രാജ്യമാണ് സത്യത്തിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ എന്ന സംഘത്തിൻ്റെ സഹായത്തോടെ പാക് പട്ടാളം അഴിഞ്ഞാടുകയായിരുന്നു. അവിടെ 30 ലക്ഷം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 10 ലക്ഷം മുതൽ 40 ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും അന്ന് റിപ്പോർട്ടുകൾ വന്നതാണ്. ഈ ബലാത്സംഗത്തിൻ്റെ ഫലമായി 25,000 മുതൽ 2 ലക്ഷം വരെ ഗർഭധാരണമുണ്ടായി എന്നും ഈ റസാക്കർമാരുടെ വീര്യത്തിൽ നിന്ന് ഉണ്ടായ അനാഥരായ 10,000 പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ വിഷയങ്ങളെല്ലാം നടന്നപ്പോഴാണ്, അതായത് പാക് സൈന്യത്തിൻ്റെ സഹായത്തോടെ ഈ റസാക്കർമാർ വന്ന് ഈ അക്രമങ്ങൾ കാണിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് നിവർത്തിയില്ലാതെ വന്നു അവർ പലരും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. ഭാരത രാജ്യം അവരെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇത് കൂടുതലായപ്പോഴാണ് ഇന്ദിരാഗാന്ധി സൈനികമായ ഇടപെടൽ നടത്തിയത്, സൈനിക നടപടി പ്രഖ്യാപിച്ചതും. അങ്ങനെ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിൻ്റെ ഭാഗമായാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രം പിറക്കുന്നത്. ഒരു വലിയ ചരിത്രമാണത്. ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ ചോരയും ഇന്ത്യൻ പട്ടാളക്കാരുടെ ചോരയും ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിൻ്റെ പിറവിക്ക് വളരെ പ്രധാനമായ കാരണം ചെയ്തിട്ടുണ്ട്. ആ ബംഗ്ലാബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയപ്പോൾ ഏറെ പ്രാധാന്യം നൽകിയത് മതേതരത്തെക്കാൾ ബംഗ്ലാദേശ് ദേശീയതയ്ക്കായിരുന്നു.